ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ രാവിലെ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ രാവിലെ എണീച്ച് അടുക്കളയൊക്കെ അടിച്ചോരി കഴിഞ്ഞ് കുട്ടി ഉണർന്നുകാണ്ട് പുറത്തേക്ക് ഇറങ്ങണീൻ്റെ ഇടക്കായിട്ട് ഇവിടെ പണിക്കാർക്ക് തിന്നാൻ കൊടുക്കും ചെയ്യാച്ചിട്ട് ഒരു മുറ്റത്തന്നെ കുറച്ച് എകറ്റിക്കാണ്ട് ഉണ്ടാക്കി കേട്ടോ. വർക്ക് ഏരിയ എന്നൊന്നും പറയാൻ പറ്റൂല. പിന്നെ മുറ്റത്തിൻ്റെ മതിലുണ്ടല്ലോ, മതിൽ നമ്മളിങ്ങനെ ചേറ്റടി അയക്കാണ്ട് വെച്ചായിരുന്നു. പിന്നെ ഇവിടെ അടുക്കളയൊക്കെ പൊളിച്ചപ്പോൾ അതിൻ്റെ മേലുള്ള ഗ്രാനൈറ്റ് ഇപ്പോൾ അതിൻ്റെ മേലെ ഒന്ന് കൊടുന്ന് വെച്ചു. അപ്പോൾ എന്താ ചെയ്യൽ വെച്ചാൽ എന്തായാലും മണ്ണ് ഉണ്ടാവും, പിന്നെ പൂച്ച ഇതൊക്കെ കയറി ഇരുന്നതൊക്കെ അല്ലേ. അപ്പോൾ അവിടെ നന്നായിട്ട് ഒന്നാണ്ട് വെള്ളം പാരും. വെള്ളം പാർന്നുകാണ്ട് ഒന്നാണ്ട് വടിച്ചിട്ടാൽ നമുക്കും തന്നെ ചെരുപ്പില്ലാതെ നടക്കും ചെയ്യാം. അവിടെ ചെരുപ്പിടലില്ല കേട്ടോ. മുറ്റത്താണ് വിചാരിച്ചാലും ചെരുപ്പിടലില്ല. പിന്നെ അമ്മിത്തുണ്ടൊക്കെ അവിടെ തന്നെയാണ്. പിന്നെ തയ്യൽ മെഷീനും ഒക്കെ അവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. മഴ ഭയങ്കരമായിട്ട് പെയ്തെങ്കിൽ മാത്രമേ ആണ്ടൊക്കെ തട്ടുള്ളൂ. അപ്പോൾ ഈ കുഴൽക്കിണറിൻ്റെ വെള്ളമായിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഗ്രാനൈറ്റുമിൽ ഒരുയാതി കറ വരും, സാവോനക്കായം പോലെയുള്ള കറ വരും. അപ്പോൾ അതുകൊണ്ട് ഫൈബറായിട്ടുണ്ട് വടിച്ചെടുക്കുകയും ചെയ്യും. നാലുഭാഗം തന്നെ ഒന്നാണ്ട് നന്നായിട്ട് വടിച്ച് ഇട്ട് കൊടുക്കലാണ്. എന്നാൽ പിന്നെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പിന്നെ സിമൻറ്റ് ഞാൻ അടിയിൽ കാവിയോ ഇവരെ ഉമ്മയൊക്കെ പറഞ്ഞിരുന്നു, ഉമ്മയും കാക്കിയൊക്കെ പറഞ്ഞിരുന്നു കാവി കറുപ്പോ ചുവപ്പറ്റ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഞാൻ സമ്മതിക്കാതെ തന്നതാണ്. അപ്പോൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഈ കറുത്ത ചേരാട്ടിയും ചുവന്ന ചേരാട്ടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ സിമൻറ്റ് കാവി കറുപ്പും ചുവപ്പില്ലേ ഉള്ളത്, അപ്പോൾ അത് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ചേരാട്ടിനെ കാണാൻ പ്രയാസക്കാരം. അപ്പോൾ ഒരർപ്പാണ് അത്. അതുകൊണ്ടാണ് ഞാൻ ടൈല് വേണ്ട, പിന്നെ ഇതൊന്നും വേണ്ട, സാധാ സിമൻറ്റ് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ടതാട്ടോ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിച്ച അടുപ്പാണ്. അപ്പോൾ നമുക്ക് ഈ ഇവിടെ നിന്നുകാണ്ടും കത്തിച്ചാലും ഇനി എന്തെങ്കിലും വേവിച്ചെടുക്കണം എന്നുണ്ടെങ്കിലും ഈ സ്ഥലത്ത് നിന്നെടുക്കുക. അതേമാതിരി പണ്ടത്തെ കുന്താണി എന്ന് പറയും. അപ്പോൾ അത് ഞാനൊരു പഴയ ഒരു ചട്ടി ഉണ്ടായിരുന്നു, ആ ചട്ടി കൊണ്ട് അതൊന്ന് മൂടി വെച്ചതാണ്. ഇനി വെള്ളമൊക്കെ ആവണ്ട വിചാരിച്ച്. പിന്നെ ഈ ഗേറ്റ് ഇങ്ങനെ വെച്ചേക്കണത് എന്താ വെച്ചാൽ യേസുകുട്ടി ഇറങ്ങി പോണീന് വെച്ചതാണ്. അപ്പോൾ ഈ വാതിൽ അങ്ങനെ അടക്കലില്ല. ഞങ്ങൾ അടുക്കളയിലുള്ള സമയത്ത് ഇവിടെ തുറന്നിടും. എന്നാൽ ഓക്ക് മുറ്റത്ത് കളിക്കണ പോലെ അയണേനും എങ്കിലും പിന്നെ അകത്താണേനും എന്നുള്ള ഇതിലല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് ഒരു നല്ലൊരു സേഫ്റ്റിയാണ്. ഓക്ക് കളിക്കാനും ഇതിനൊക്കെ ചെയ്യും ചെയ്യുക. പിന്നെ നമ്മൾ ആ ഓവിൻ്റെ അടുത്തേക്ക് പൈപ്പ് വെച്ചാൽ മൂത്രം ഒഴിപ്പിക്കാനും അതേമാതിരി കുളിപ്പിക്കലൊക്കെ ഇട്ട് അവിടെ തന്നെ ചെയ്യുക. ഈ ഭക്ഷണം കൊടുക്കുകയാണെങ്കിലൊക്കെ നല്ല സുഖമാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ വെച്ച് ഭക്ഷണം കൊടുത്താൽ നമുക്കവിടെ കഴുകാനും ഒക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം അങ്ങനെ പ്രതീക്ഷിച്ചുണ്ടാക്കിയതാണ്. അതാദ്യം നമ്മൾ പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പണിക്കാർക്കും ഞാനിപ്പോൾ അവിടെ തന്നെ ഭക്ഷണം കൊടുക്കൽ. പിന്നെ ഈ ഭാഗത്ത് അയിൽ കെട്ടിയതുകൊണ്ട് ഒരു സുഖം എന്താ വെച്ചാൽ ഉണങ്ങാത്തത് ഈ അരുവക്കിട് മാറ്റിയിടും ചെയ്യുക. എന്നാൽ അധികം വെയിലില്ലേനും എന്നാൽ വെയിലില്ലാത്ത നിൽക്കണമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത. എൻ്റെ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഇതാണ്. എനിക്ക് മാത്രമല്ല വരുന്നവർക്ക് എല്ലാവർക്കും വീടിനെക്കാട്ടും ഇഷ്ടമായി. ഇവിടെ നല്ല ഭംഗിയുണ്ട്, ഇവിടെ നല്ല വ്യവസായിട്ടുണ്ട് എന്ന് എല്ലാവരും പറയട്ടോ. അപ്പോൾ അത് നല്ലൊരു സംഭവമാണ്. എന്നാലോ വെയിലും ഉണ്ട് മഴയും ഒക്കെ കൊള്ളുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ്. അപ്പോൾ 1 കിലോ ഇറച്ചി 1 കിലോ അരി ഇട്ടിട്ടാണ് ബിരിയാണി വെക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ആൾ കുറവാണ്, അപ്പോൾ അത്ര തന്നെ മതി കേട്ടോ. പിന്നെ അണിച്ചിലും കാക്കി ഇമ്മിയൊന്നും രാത്രി ഇത് തിന്നൂല. ഇപ്പോൾ രാത്രിക്കാർക്ക് എനിക്ക് 2 പണിക്കാരുണ്ട്. അപ്പോൾ ഇന്ന് ബിരിയാണി വെക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഉള്ളിയും സാധനങ്ങളൊക്കെ ഈ അടുപ്പിൻ്റെ മേൽക്കാണ് ആ സ്റ്റാൻഡ് വെക്കലാണ്. അതിൻ്റെ അടിയിൽ മണ്ണ് ഇട്ടുകാണ്ട് ഇഞ്ചിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ തക്കാളിയും പിന്നെ തൈര് മല്ലിൻ്റെ ഇലയൊക്കെ ഇപ്പോൾ ഇന്ന് കൊണ്ടുവന്നാൽ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകിക്കാണ്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കണേ. പിന്നെ ഉള്ളിയുണ്ട് തൊലിക്കാൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ കഴുകിയിട്ട വർക്ക് ഏരിയക്ക് പോവുകയാണ്. വർക്ക് ഏരിയ എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. അവിടെ വെച്ചുകാണ്ട് നമുക്ക് അരിച്ചലും എല്ലാം റെഡിയാക്കും. കുട്ടിക്ക് അവിടെ കളിക്കും ചെയ്യുക, നമുക്ക് നമ്മളെ പരിപാടിയൊക്കെ കഴിച്ചും ചെയ്യുക. ഞാനൊരു ചേനൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ ചേന ഇവിടെ വെച്ചിട്ടാണ് കംപ്ലീറ്റും തോലൊക്കെ ചെത്തി കേക്കിയൊക്കെ എടുത്തത്. അപ്പോൾ നല്ലൊരു സുഖമാണ്, നല്ലൊരു സൗകര്യമുള്ള സ്ഥലമായി മാറി. പിന്നെ ഗ്രാനൈറ്റ് ഒന്നും അല്ലായിരുന്നു, ആദ്യം സിമൻറ്റേനായിരുന്നു അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ടൈലും ഞാൻ വേണ്ട എന്ന് പറഞ്ഞത് തന്നെയായിരുന്നു. പിന്നെ അടുക്കള പൊളിച്ചപ്പോൾ ആ ഗ്രാനൈറ്റ് ഒന്നായിട്ട് നമുക്ക് കിട്ടൂല. അപ്പോൾ അങ്ങനെ കിട്ടിയ ഭാഗങ്ങൾ അങ്ങനെ റെഡിയാക്കി കൊടുത്തേക്കാണ്. അപ്പോൾ ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ട്, അതൊന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, മുറ്റത്തല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇറച്ചി നല്ലോണം കേക്ക് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, അതേപോലെ തൈര് 1/4 ലിറ്റർ തൈര്, അതായത് 1/2 ലിറ്റർ തൈരിന്ന് പകുതി ഞാൻ
എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1/4 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 3/4 ഗ്ലാസിൻ്റെ അടുത്ത് തൈര് കൂടി ഒഴിച്ചേക്കാണ്. പിന്നെ മല്ലിൻ്റെ ഇല, തക്കാളി, പച്ചമുളക് ഒക്കെ കൂടി ഇട്ടുകാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും വേണം കേട്ടോ. അപ്പോൾ അത് ഒക്കെ ഇട്ടുകാണ്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു 1/4 മണിക്കൂർ വരെ വെക്കണം. ശരിക്കും 2 മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല. അത്രയും 50 വെക്കണത്തോളം അതിലേക്ക് ഉപ്പും എരിവും പിടിക്കും ചെയ്യും, നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കുഴച്ച് കണ്ടിട്ട് വെക്കട്ടെ. അപ്പോൾ അതിലേക്കുള്ള ഉള്ളി പൊരിച്ച് കോരിക്കാണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് അത്യാവശ്യം ഒരു ട്രിപ്പ് നന്നായിട്ടൊന്ന് പൊരിച്ച് കോരി, അതായത് അത്യാവശ്യം നല്ല മുരിച്ചിൽ തന്നെ പൊരിച്ച് കോരിയിട്ടു. പിന്നെ ഒരു ട്രിപ്പ് എന്നാൽ ഹാഫ് പൊരിച്ച് കാണ്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ അതിലേക്കുള്ള എണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്ത്. പിന്നെ ആദ്യത്തെ പൊരിച്ച് കോരിയ ഉള്ളി അങ്ങനെ ഇട്ടതിന് ശേഷം പിന്നെ രണ്ടാമത് ഞാൻ പൊരിച്ച് കോരിയ ഉള്ളിയിൽ നമുക്ക് ബിരിയാണീൻ്റെ മേലെ ദമ്മിടുമ്പോൾ ഇടാനുള്ള മസാലക്കൂട്ടൊക്കെ കൂടി റെഡിയാക്കിയാണ്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. ഞാൻ സാധാരണ അതിൽ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഒന്നായിട്ട് ഇട്ട് കൊടുക്കാനുള്ളതൊക്കെ അവിടെ എന്നാൽ പിന്നെ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ എല്ലാം കഴിയല്ലോ. അപ്പോൾ അതാ ഫസ്റ്റത്തെ ട്രിപ്പ് പൊരിച്ച് ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് പൊരിക്കാൻ വേണ്ടിയിട്ട് അതിലിട്ടു. അതിൻ്റെ ശേഷം അതിലേക്ക് ഞാൻ ഇങ്ങനെയാണ് ചെയ്യലിട്ടോ. ഗരം മസാലപ്പൊടി എത്രയാണ് നമ്മൾ അളവിനനുസരിച്ച് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഗരം മസാലപ്പൊടി അതുമാതിരി കൂടുതൽ മല്ലിൻ്റെ ഇല വേണം. അപ്പം മല്ലിൻ്റെ ഇല കൂടുതലുണ്ടായാൽ വേറൊരു ടേസ്റ്റാണ്. അതേമാതിരി ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പൊരിച്ച് കോരി അതൊക്കെ റെഡിയാക്കിയപ്പോഴാണ് എനിക്ക് ഓർത്തത് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ടില്ല. അപ്പോൾ പോയി നോക്കിയപ്പോൾ അണ്ടിപ്പരിപ്പ് കഴിഞ്ഞേക്കണ്. അപ്പോൾ ഏതായാലും മുന്തിരി ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ കൊണ്ടുവരാൻ പറയാൻ മറന്നതുമാണ്. പിന്നെ ഞാൻ കുറച്ച് പുതിനൻ്റെ ഇല ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വേസ്റ്റ് ആകണ്ടെന്നുള്ളവർക്ക് ഇറച്ചിക്കൻ ഇട്ട് കൊടുത്ത്. അപ്പോൾ മല്ലിൻ്റെ ഇലയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കാണ്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതേമാതിരി ഫസ്റ്റ് രണ്ടാമത്തെ ട്രിപ്പ് പൊരിച്ച് കോരിയ ഉള്ളി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞില്ല പകുതി ഹാഫ് പൊരിച്ച് കൊടുത്ത ഉള്ളി ഇട്ട് കൊടുത്ത്. പിന്നെ അതിലുള്ള വെളിച്ചെണ്ണ പകുതി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ ഈ ഇറച്ചിക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉള്ളി നമ്മൾ പച്ചയിൽ ഇതിലിട്ടിട്ടില്ല. പിന്നെ പറഞ്ഞാൽ നമ്മൾ ചോറിൽ ഇങ്ങനെ ദമ്മ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചോറിൽ ഇതിൻ്റെ ഇറച്ചിൻ്റെ രുചിയൊക്കെ വരും ചെയ്യും. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് തിളപ്പിക്കേ ഉള്ളൂ. തിളക്കുമ്പോഴത്തേന് ദമ്മിട്ട് കൊടുക്കും. അപ്പോൾ ബാക്കിയുള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതിലേക്ക് ഞാൻ 2.25 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യൊക്കെ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. എനിക്ക് ഒന്നിങ്ങനെ കൂടുതൽ നെയ്യ് ഒഴിക്കണമെന്ന് ഇഷ്ടമില്ല. ഉമ്മാക്ക് നല്ലവണ്ണം നെയ്യ് വേണം ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ. എനിക്ക് വേറെയുള്ള ഇതിലൊക്കെ നമ്മൾ അത്യാവശ്യം എണ്ണയും നെയ്യൊക്കെ ചേർക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ വല്ലാതെ നെയ്യും എണ്ണയും ഒഴിക്കാതെയാണ് ഞാൻ ഉണ്ടാക്കൽ. പക്ഷേ ഉമ്മാക്ക് നല്ലവണ്ണം നെയ്യ് ഒഴിക്കണം. അപ്പോൾ അതൊന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് തിളക്കൽ തുടങ്ങിയപ്പോൾ നമ്മൾ അതിലേക്കുള്ള ചോറ് ഇട്ട് മല്ലിൻ്റെ ഇല പറഞ്ഞാൽ ഒരു ട്രിപ്പായാലും നമ്മൾ ഒരൊറ്റ ഇട്ട് കൊടുക്കലേ കാര്യം കഴിയും കേട്ടോ. പിന്നെ അതാ വെളിച്ചെണ്ണയും നെയ്യും കൂടി മിക്സാക്കിയത് അത് ഒഴിച്ച് കൊടുക്കുകയാണ്. അതും ഒന്ന് നന്നായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ടാമത് ബാക്കിയുള്ളതും അതേപോലെ തന്നെ സെറ്റാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ഒരു 25 അതായത് 25-30-35 മിനിറ്റിൻ്റെ ഉള്ളിൽ വേവും. അത്യാവശ്യം ഒന്നുകൊണ്ട് ചൂടായി കഴിഞ്ഞാൽ തീ പറ്റനെ ചുരുക്കി കൊടുത്ത് അതിൻ്റെ മേലെ നല്ലൊരു കനമുള്ളത് വെച്ച് കൊടുക്കുക. ഇല്ലയെന്നുണ്ട് ഇതാ തീ നന്നായിട്ട് ചുരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 10:25 ഞാനിത് ഓഫാക്കുമ്പോൾ 11 മണി ആയിക്കണം. അതായത് 35 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള വെള്ളം കൊണ്ട് തന്നെ എല്ലാം ഇത് റെഡിയായി കിട്ടും ചെയ്യും. തുണി കഴിച്ചാണ് നല്ല ഇഷ്ടണ്ടല്ല തുണി എടുത്തിട്ട് നല്ല ഇഷ്ടണ്ടല്ല ഈശുട്ടി തുണി എടുത്തിട്ട് ടാറ്റാട്ടി കൊടുത്തിട്ട് ഓക്കറിയാ ഉറക്കം നിൽക്കണല്ല. അടി എല്ലാവർക്കും അടി കൊടുക്കുക.
റാണി. അപ്പോൾ യേസു കുളി കഴിഞ്ഞ് വന്നുകാണ്ട് തോർത്തുണ്ട് എടുത്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു എന്തോ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇരുന്നത്. അപ്പോൾ അത് ഓൾ ഇതെടുത്തത്. അപ്പോൾ ഓളെന്താ വെച്ചാൽ അങ്ങനെ തുണി എടുക്കണത് ഇഷ്ടമില്ല, എനിക്ക് കുപ്പായി മതി എന്നാണ് പറയുന്നത്. അത് കരയാൻ വേണ്ടി നിന്നപ്പോഴാണ് ഞാൻ ടാറ്റാണ് ഇച്ച് കൊടുത്തത്. അപ്പോൾ ഭയങ്കര ചിറി. അപ്പോൾ എന്താ അവൾക്കറിയാം നമ്മൾ ഇങ്ങനെ കുപ്പായൊന്നും ഇടാതെ പുറത്തേക്ക് കൊണ്ടുപോകില്ല എന്ന്. അപ്പോൾ അതിനായിട്ട് അവൾ ഭയങ്കരമായിട്ട് ചിരിച്ചത്. ഇപ്പോൾ നമ്മളെ ചോറ് 35 മിനിറ്റ് ദമ്മിലിട്ടു. അതിന് ശേഷം ഞാൻ 1 മണിക്കൂർ പൊട്ടിക്കാതെ അങ്ങനെ തന്നെ വെച്ചതിന് ശേഷമാണ് ചോറ് പൊട്ടിച്ചത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ആ മൂടി തുറക്കുമ്പോൾ അതിന്മേൽ നിറയെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം നമ്മൾ പുറത്തേക്ക് കളയണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകാണ്ട് അതേപോലെ വെച്ച് കൊടുത്തേക്കാണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചുകാണ്ട്. അപ്പോൾ അതിലേക്ക് ഉണ്ടാക്കിക്കൊണ്ട് തൈര്, സലാഡ്, സമ്മന്തി, അതേമാതിരി മയോണീസ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, വല്യുള്ളി, പിന്നെ നമ്മളൊരു ഉപ്പിലിട്ടതാണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ക്യാരറ്റും ബീട്രൂട്ടും ഇഞ്ചിയും പച്ചമുളകും കൂടിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടാണ് നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ തൈര് മയോണീസിലുണ്ടാക്കിയ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. അപ്പോൾ കമൻറ്റ് ചെയ്താൽ ആരും മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.